ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓട്ടപ്പം ഉണ്ടാക്കുന്നത് ഓട്ടട എന്നും പറയും, മുട്ടപ്പത്തിരി എന്നും പറയും. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽക്ക് ഒരു പാകത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽക്ക് അരിപ്പൊടി, പത്തിരിയുടെ പൊടിയാണ് ചേർക്കുന്നത്. അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് അളവും കാര്യമൊക്കെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണേ. എന്നിട്ട് അതിൽ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു ടീസ്പൂൺ എടുത്തിട്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതിൽക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ അളവ് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ല പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ മൈദ ചേർത്തതിൻ്റെ ശേഷം ഒരു കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചു വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിനുള്ള കട്ടിയിൽ തന്നെ ഇത് ഓട്ടപ്പം ചൂടാനുള്ള അതേ കട്ടിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ കൂട്ട് നന്നായി ഉണ്ട് വെച്ചെങ്കിൽ ഓട്ടപ്പത്തിൻ്റെ കൂട്ടും നന്നായി, നമ്മൾ ആ ഓട്ടപ്പം ഉണ്ടാക്കുന്ന ചട്ടി നന്നായി ഉണ്ട് വെച്ചെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതേപോലെ തന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് നല്ലോണം ചൂടായിട്ട് നല്ലോണം വരുമ്പോൾ മീഡിയം തീയിൽ വെക്കണം. എന്നിട്ട് ഇതേപോലെ ഒരേ കയ്യിലെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക. ഇനി ഇതിങ്ങനെ അറ പോലെ പൊന്തിയിട്ട് വന്നിട്ടുണ്ടാവും, ഇങ്ങനെ അല്ല അറ പോലെ വന്നിട്ടുണ്ടാവും. ഇനി അത് നമുക്ക് ഒരു ചട്ടക എടുത്തിട്ട് അതൊന്നുകൊണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചട്ടി നടത്തിയെടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ ഓട്ടപ്പം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ 2-3 ഓട്ടപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഞാനൊന്ന് കോട്ടൻ്റെ തുണി ഒന്ന് നനച്ചിട്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാതും പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഒരു ഓട്ടപ്പം പോലും അടിയിൽ പിടിക്കാതെ എല്ലാം ചുട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ കഴിക്കാം.